ക്വസ്റ്റ്യൻസിൽ വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് വാട്ടർ ഇക്വലന്റ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഒരു വാട്ടർ ഹീറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടംബ്ലറിലാണ് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന നേരത്ത് ഈ ഹീറ്റ് ചൂടാക്കുന്നത് ആ വെള്ളത്തിന് മാത്രമല്ല, മറിച്ച് ആരുമുണ്ട്, ആ ടംബ്ലറും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വാട്ടർ ഉള്ളത് ഒരു 50 ഗ്രാം ആണെന്ന് കരുതുക. അപ്പൊ ആ കുറച്ച് ഹീറ്റ് ആ ടംബ്ലറും കൂടെ എടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാട്ടർ ഇക്വലന്റ് ഒരു 550 ആണെന്ന് തന്നാൽ, വാട്ടർ ഇക്വലന്റ് ടംബ്ലറിൻ്റെത് 550 ആണെന്ന് തന്നാൽ അതിന്റെ അർത്ഥം ഈ ടംബ്ലറിന് ലഭിക്കുന്ന ഹീറ്റ് അതിന്റെ MC ഡെൽറ്റ ടിയിലെ C വേണ്ടെന്നർത്ഥം. നമ്മളിപ്പോ ആ ടംബ്ലറും കൂടെ വാട്ടർ ആയിട്ട് കരുതുക. എത്ര വാട്ടർ? 550 പ്ലസ് അതിലുള്ള വാട്ടർ എത്ര? 50. എന്നിട്ട് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് ഡെൽറ്റ ടി എങ്കിൽ, അപ്പൊ നമ്മളിവിടെ ടോട്ടൽ ഹീറ്റ് കാണുമ്പോൾ MC ഡെൽറ്റ ടി എന്ന് എഴുതിയാൽ മതി. അപ്പൊ ശരിക്കും ഇതില് 2 MC ഡെൽറ്റ ടികൾ വരണം. അതിന് പകരം 1 മതി ഇപ്പോ. അപ്പൊ ഇതാ ടംബ്ലറിൻ്റെതാണെങ്കിൽ ഇത് വാട്ടറിൻ്റെതാണ്. അപ്പൊ ആ ടംബ്ലറിന്റെ ഈ MC ടോട്ടൽ ആണ് 550 എന്നർത്ഥം. അല്ലെങ്കിൽ ടംബ്ലർ 550 വാട്ടറിന് തത്തുല്യമാണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 550 പ്ലസ് 50 എത്രയാ? 600 ഇൻറ്റു C വാട്ടറിനത് കൊടുത്താൽ മതി, ഇൻറ്റു ഡെൽറ്റ ടി ടേണ്. അപ്പൊ 6000 കലോറി എന്ന് കിട്ടും. അപ്പോൾ വാട്ടർ ഇക്വലന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ടംബ്ലറിനെ ചൂടാക്കണമെന്ന് നിങ്ങൾ ഇനി ആലോചിക്കണ്ട. അതിന് തത്തുല്യമായ വാട്ടർ ആണ് 550. അപ്പോൾ വാട്ടർ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഒരു കോപ്പറിനെ ചൂടാക്കി എന്ന് കരുതുക. കോപ്പറിന്റെ വാട്ടർ ഇക്വലന്റ് 100 ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഒരു കോപ്പറിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം. ഇതിനെ ഹീറ്റ് ചെയ്യേണ്ടത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന്റെ വാട്ടർ ഈക്വലന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ടൺ ആണ്, ഗ്രാം ആണ് തന്നാൽ അതിനർത്ഥം ഇതിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ട ഡെൽറ്റ ക്യൂ കാണുമ്പോൾ MC ഡെൽറ്റ ടി അല്ലേ കൊടുക്കേണ്ടത്. ഇത് ശരിക്കും കോപ്പറിന്റെ മാസും കോപ്പറിന്റെ സിയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമുക്ക് വാട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ കോപ്പറിന് 10 ഗ്രാം വാട്ടറും അതിന്റെ വാട്ടറിന്റെ സിയും അതിന്റെ ഡെൽറ്റ ടിയും കൊടുത്തു കഴിഞ്ഞാൽ 200 കലോറി. അപ്പൊ നമുക്ക് കോപ്പറിന്റെ ഒരു കാര്യങ്ങളും ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ വാട്ടർ ഇക്വലന്റ് വന്നിട്ടുള്ള പ്രോബ്ലംസിൽ ചെയ്യേണ്ട കഥ. ഇനി ഈ വാട്ടർ ഇക്വലന്റ് അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ വരും. അപ്പൊ നമുക്കറിയാം ഒരു ഫോം ഓഫ് എനർജി മറ്റൊരു ഫോമായിട്ട് മാറാം. നമ്മൾക്ക് ഇങ്ങനെയാണെന്ന് കരുതുക ഒരു ക്വസ്റ്റ്യൻ. ഇതിലെ വ്യത്യസ്ത ക്വസ്റ്റ്യങ്ങളാ പറയുന്നത്. ഒരു ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് ഒരു വാളില് പോയി ഇടിക്കുകയാണ്. അപ്പൊ ഈ ബുള്ളറ്റ് ഇവിടുന്ന് പോകുമ്പോ ഇതിനെന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും അല്ലെ? ഇതിവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത്രയും എനർജി, ആ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഇടിച്ചു പോയി കഴിഞ്ഞാൽ ആ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്തായിട്ട് മാറും? ഹീറ്റ് ആയിട്ട് മാറും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ ഞാനൊരു ഓരോ ക്വസ്റ്റ്യൻ പല വിധത്തിലാവാട്ടോ. ഒന്ന്, ആ കൈനറ്റിക് എനർജി ആണല്ലോ ആദ്യം ഉണ്ടായിരുന്ന ഹീറ്റ്. ഇതില് പകുതി എന്ന് പറഞ്ഞാൽ KE/2. ഇത് ആ ബുള്ളറ്റിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു.
ആ ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജിയിലെ പകുതിയാണ് അതിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ടെമ്പറേച്ചർ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ബാക്കി പകുതി യൂസ് ചെയ്തത് ആ വോളിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാണണം. അപ്പൊ നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ആ കൈനറ്റിക് എനർജിയുടെ പകുതി ഈക്വൽ ടു ഹീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആരുടെ? ബുള്ളറ്റിൻ്റെതാണ് കാണുന്നത്. അപ്പൊ ആ ബുള്ളറ്റിന്റെ ½m v²/2 ഈക്വൽ ടു, അതേ ബുള്ളറ്റിൻ്റെതായതുകൊണ്ട് മാസ് അത് തന്നെയാണ്, mc ∆t എന്ന് കൊടുക്കണം. അപ്പോൾ സി ആരാ? സി എന്നാണ് ആ ബുള്ളറ്റിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ അതിന് നമുക്ക് ∆t കാണാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഞാൻ പറയാം, ഇതിന്റെ ഒരു 1/3 ആണ് പോയതെങ്കിൽ അപ്പൊ നമ്മളിവിടെ 1/3 എന്ന് കൊടുക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോ അത് മുഴുവനായിട്ട് ആ ബുള്ളറ്റിനെ ഹീറ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചതെങ്കിൽ ½mv² = mc ∆t കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കൂ മറ്റൊന്ന്. ഇപ്പോ ഇതേ ബുള്ളറ്റ് ഒരു ഐസ് ബ്ലോക്കിലാണ് വന്ന് പെട്ടത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഐസ് ഉരുകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോ ആ ബുള്ളറ്റിന്റെ ½ ബുള്ളറ്റ് ആണ് ഇൻറ്റു v² ഈക്വൽ ടു, ഇത് മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ml ആണ്, പക്ഷെ ആ m ആരാ? ഐസിൻ്റെതാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ എന്താ അറിയുമോ, ഈ മാസമൊക്കെ എന്തിലായിരിക്കും? കിലോഗ്രാമിലാണെന്ന് കരുതുക. ഇത് മീറ്റർ/സെക്കൻഡിലാണെങ്കിൽ ഇത് SI യൂണിറ്റിലാണ്. അപ്പൊ ഇതും SI യൂണിറ്റിൽ കൊടുക്കണം. അപ്പൊ ഞാൻ SI യൂണിറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ m ഐസ് അല്ലേ കാണേണ്ടത്, m എത്ര ഐസ് ഉരുകി എന്നാണ് കാണേണ്ടതെങ്കിൽ ഈക്വൽ ടു m ഐസ് ഇൻറ്റു നമുക്ക് SI യൂണിറ്റിൽ കൊടുക്കണല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നത് 80 കലോറി/ഗ്രാം അല്ലേ, അത് മാറ്റിയിട്ട് 80 × 4.2 × കിലോ ജൂൾ, കണ്ടോ SI യൂണിറ്റിൽ ഇപ്പോഴായത്, ഡിവൈഡഡ് ബൈ കിലോഗ്രാം. അപ്പൊ അത് നമ്മൾക്ക് വന്ന്, ഇനി നമ്മൾ ഇവിടെ മാസ്, അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മാസ് ഏതില്ല? കിലോഗ്രാമിലാണ്. v ഏതില്ല? മീറ്റർ/സെക്കൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ MIs കിട്ടുന്നത് ഏതിലായിരിക്കും? കിലോഗ്രാമിലായിരിക്കും. അപ്പൊ നമുക്ക് എന്തായി? അവിടെ ഐസ് ഉണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ അവിടെ പറഞ്ഞു വന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു ബുള്ളറ്റ് വന്ന് ഒരു വാളിൽ ഇടിച്ചത് പറഞ്ഞു, അതേപോലെ തന്നെ എവിടെയും പറഞ്ഞു, ഒരു ഐസ് ബ്ലോക്കിൽ വന്നിടിച്ചപ്പോ എത്ര ഐസ് ഉരുകി എന്നുള്ള രീതിയിലും പറഞ്ഞു. ഇനി മറ്റൊന്ന്, ഇപ്പൊ നമ്മള് ഒരു ബോഡി താഴോട്ട് വരികയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിനുണ്ടാവുന്ന എനർജി ആരാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു നോക്കൂ, ഐസ് ബ്ലോക്ക് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിന്റെ മാസ് m ആണെങ്കിൽ ഇതിനുണ്ടാവുന്ന എനർജി എത്രയാ? പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അതാണ് ഈ ഐസിന് ഉരുക്കുന്നതെങ്കിൽ m ഐസ് ഇൻറ്റു L കൊടുക്കണം. അപ്പൊ നമുക്ക് ഐസ് ഉരുകിയത് എത്രയെന്ന് വരും. അപ്പൊ ഇതൊക്കെ നമ്മള് ഏതിൽ കൊടുക്കുമ്പോ? SI യൂണിറ്റ് കൊടുക്കുമ്പോ എല്ലും SI യൂണിറ്റിൽ കൊടുക്കണം, അത് മറന്നു പോകരുത്. മറ്റൊരു കാര്യം, നമുക്ക് ഇപ്പോ വേറെ രീതിയിൽ ഒരു വാട്ടർ, ഇവിടെ വാട്ടർ ഉണ്ട് എന്ന് കരുതുക. ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു 0°C ആണ്. ഇതൊരു 10 ഗ്രാം ആണ്. താഴോട്ട് വന്നത് 100 മീറ്റർ ആണെങ്കിൽ ആ വാട്ടർ ഇവിടെ എത്തുമ്പോ നിലത്തെത്തിയെന്ന് കരുതുക കേട്ടോ, അത് സർഫസിലാണ്. അങ്ങനെ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണണം. അപ്പൊ സർഫസിൽ എത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി മൊത്തം തീർന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ആ വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ആ വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത്. mc ∆t കൊടുക്കുക.
അപ്പോ ആ വാട്ടറിൻ്റെ ആയതുകൊണ്ട് ആ മാസ് അങ്ങോട്ട് കട്ട് ചെയ്തു, കാരണം വീഴുന്നത് ആരാ? വാട്ടറാണ്. ടെമ്പറേച്ചർ കൂടുന്നതും ആർക്കാ? വാട്ടറിനാണ്. അപ്പൊ ആ മാസ് കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഇത് വീണ് ഈ സർഫസിന്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അവിടെ എം മാറും. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ്. എച്ച് എത്രയാ? 100 ആണ്. ഈക്വൽ ടു സി എത്രയാ? SI യൂണിറ്റിൽ കൊടുക്കണം നമ്മൾ. അപ്പോൾ SI യൂണിറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. സി എന്ന് പറഞ്ഞാൽ 1 കലോറി എത്രയാ? 4.2. പിന്നെ വരുന്നത് നമുക്ക് ജൂളാണ് അല്ലെ, കിലോ ജൂളാണ്. കിലോ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ആണ്. അത്രയും ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻറ്റു ഡെൽറ്റ ടി. നമ്മളിവിടെ ശരിക്കും ഇവിടെ ഒരു മാസ് ഉണ്ട് അല്ലേ? ആ മാസ് എത്രയാ? 10 ഇൻറ്റു 10⁻³ അത്രയും കിലോഗ്രാം ആണ്. ഇൻറ്റു ജി എത്രയാ? 10 ആണ്. ഇൻറ്റു എച്ച് എത്രയാ? 100 ആണ്. ഈക്വൽ ടു ഇവിടെയും ഈ 10 ഇൻറ്റു 10⁻³ കിലോഗ്രാം ഉണ്ട്. അതാണ് ആ കട്ട് ചെയ്ത് പോയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 4.2 ഇൻറ്റു 1000 ഈക്വൽ ടു ഡെൽറ്റ ടി കിട്ടും. നമുക്ക് 1000 എന്ത് ചെയ്തു? കട്ട് ചെയ്തു പോയി. 1/4.2 ആയിരിക്കും അവിടുത്തെ ഡെൽറ്റ ടി വരുന്നത്, അത്രയും ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയാണ് നമ്മൾ ഈ ഹീറ്റും ബാക്കിയുള്ള എനർജികളുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഹീറ്റുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ആ ഹീറ്റിന്റെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഗ്രാഫുമായി ബന്ധപ്പെട്ടത്. നമ്മളൊരു ബോഡിക്ക് ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചറും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ ഇവിടെ ആദ്യം ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ ഈ ഒരു ഗ്രാഫ് ഹീറ്റിംഗ് കർവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ അത് ഫുള്ളി സോളിഡ് ആണ്. ഈ ഒരു പോർഷനിൽ നോക്കൂ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെയാണ് ഫേസ് ചേഞ്ച് നടക്കുന്നത്. ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. ആ സമയത്ത് പാർഷ്യലി ലിക്വിഡ് ആൻഡ് പാർഷ്യലി സോളിഡ് ആണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത്, ആ ഫേസ് മാറിയാൽ ഇത് വരുന്നത് ആരാ? ലിക്വിഡ് ആണ്. അവിടെ ഫുള്ളായിട്ട് ലിക്വിഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതോ ഫേസ് ചേഞ്ച് ആണ്. അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. പാർഷ്യലി ലിക്വിഡ് ആണ് ആൻഡ് പാർഷ്യലി ഗ്യാസ് ആയിട്ടാണ് വരിക. അപ്പൊ ഇതാണ് ഈ കർവിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി. ഇനി അടുത്തത് നമുക്ക് വരുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ സ്ലോപ്പുകളാണ്. അപ്പോൾ ഒരു ഗ്രാഫിന് നമ്മൾ സ്ലോപ്പ് കാണുന്നത് എങ്ങനെയാണ്? dy/dx ആണ്. അപ്പൊ ഇവിടെ വൈയിൽ ആരാ കിടക്കുന്നത്? ടെമ്പറേച്ചർ ആണ്. അതേപോലെ എക്സിൽ കിടക്കുന്നത് ആരാ? ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഹീറ്റിന്റെ ഇക്വേഷൻ എഴുതുക. ആ ഹീറ്റിന്റെ ഇക്വേഷന് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ആരാ? mc ഡെൽറ്റ ടി ആണ്. ഞാനൊരു ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു mc ഡെൽറ്റ ടി ബൈ ടി ആ വരിക. ഈക്വൽ ടു mc ഇൻറ്റു സ്ലോപ്പ് അല്ലേ? അത് ഡെൽറ്റ ടി ബൈ ടി എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. അപ്പോ ആ സ്ലോപ്പ് ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ടി. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ, ഇവിടെ ടൈം ആണ് കേട്ടോ, ടൈം കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്.
ഇൻറ്റു 1/mc എന്നാണ്. അങ്ങനെയാണെങ്കിൽ if m equal to a constant, m കോൺസ്റ്റന്റ് ആണെങ്കിൽ അതേപോലെ ഹീറ്റ് ഈസ് സപ്ലൈഡ് അറ്റ് യൂണിഫോം റേറ്റ്. ഞാനിങ്ങനെ പറഞ്ഞ് ഹീറ്റ് ഈസ് സപ്ലൈഡ് അറ്റ് യൂണിഫോം റേറ്റ് ആണെങ്കിൽ ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി കോൺസ്റ്റന്റ് ആയി, എമ്മും കോൺസ്റ്റന്റ് ആയി. ആ സമയത്ത് സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? 1/c ആണ്. സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/c ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു കേസിലാണ് ഞാൻ പറഞ്ഞത്, ഈ എം സി ഡെൽറ്റ ടി ഈ ഒരു കേസിലും ഈ ഒരു കേസിലും വരുന്നത് സ്ലോപ്പ് കൂടിയാൽ സി കുറവാണെന്നർത്ഥം. അപ്പൊ ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ള 2 ഗ്രാഫുകൾ വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഗ്രാഫിൽ നിന്ന് കിട്ടിയ സംഗതി സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/c എന്നാണ്. 2 ഗ്രാഫുകൾ നിങ്ങൾക്ക് തന്നാൽ ഒന്ന് ഇവിടെ ടെമ്പറേച്ചർ ആണ്, ഇവിടെ ആരാണ്? ടൈം ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇതാ 2 ഗ്രാഫുകൾ തന്നു, ഒന്ന് എ ആണ് മറ്റൊന്ന് ബി ആണെങ്കിൽ ആരുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാ കൂടുക? സി ബി ഗ്രേറ്റർ ദാൻ സി എ ആയിരിക്കും. കാരണം സ്ലോപ്പ് ബി ലെസ് ദാൻ സ്ലോപ്പ് എ ആണ്. എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് ഇതിന്റെ ഹീറ്റ് കൂട്ടണമെങ്കിൽ, നമ്മളെ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ ഹീറ്റ് കൊടുക്കേണ്ടത് വളരെ കൂടുതലാവും. സി കൂടിയാൽ കുറേ ഹീറ്റ് കൊടുക്കണം എന്നർത്ഥം. സി കുറഞ്ഞാൽ കുറഞ്ഞ ഹീറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുക. ഇനി അതേ ഗ്രാഫിൽ തന്നെ നമുക്ക് ലാറ്റൻ ഹീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ടെമ്പറേച്ചറും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ഫേസ് ചേഞ്ച് നടക്കുന്ന നേരത്തെ ഗ്രാഫ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. അടുത്ത ഒരു ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഇവിടെ സ്ലോപ്പുകൾ 0 ആണെന്ന് അറിയാം. ഈ പോർഷനിൽ സ്ലോപ്പ് എന്താണ്? 0 ആണ്. പക്ഷെ ആ സമയത്ത് ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ആരാണ്? എം എൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടൈം, ഇവിടെ കൂടുതൽ ടൈം എടുക്കുന്നത് ആരാ? ഇവിടുത്തെ ടൈമിന്റെ ആക്സിസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ടി എ ഗ്രേറ്റർ ദാൻ ടി ബി ആണെന്ന് മനസ്സിലാവും. കൂടുതൽ സമയം എടുത്തത് എ ആണ്. അപ്പൊ അത്രയും നേരം നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുറെ ഹീറ്റ് കൊടുക്കേണ്ടി വന്നതായിരിക്കാം ക്യു എക്കാണ്. അപ്പൊ ഡെൽറ്റ ക്യു എ ഗ്രേറ്റർ ദാൻ ആരാണ്? ഡെൽറ്റ ക്യു ബി ആണ്. ഇനി മാസ് സെയിം ആണെങ്കിൽ ക്യൂ കൂടുമ്പോ എൽ കൂടണം. അപ്പൊ നമുക്ക് മനസ്സിലാവും എൽ എ ഗ്രേറ്റർ ദാൻ എൽ ബി ആണ്. അപ്പൊ സ്ലോപ്പ് നോക്കിയിട്ടും ഇതിന്റെ ലെങ്ത് നോക്കിയിട്ടും ഈ ഒരു പോർഷന്റെ ലെങ്ത് കൂടിയാൽ എൽ കൂടും. പക്ഷെ അതൊക്കെ പറയണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/c എന്ന് പറയാനും ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് പറയാനും മാസ് കോൺസ്റ്റന്റ് ആവണമായിരുന്നു. അതേപോലെ തന്നെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി നമ്മൾ നേരത്തെ കേസിൽ യൂണിഫോം റേറ്റിലാണ് കൊടുക്കുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അപ്പൊ ഇതാണ് ഹീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ കുറെയൊക്കെ ചെയ്യാൻ കിട്ടേണ്ടതാണ്. കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ആ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ പ്രത്യേകത മീഡിയം വേണം. അടുത്തത് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യോ? ഇല്ല.
പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാതെയാണ് ഇതിലെ കണ്ടക്ഷൻ നടക്കുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതറിയണം. നമ്മൾ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു റോഡ്, ഇതിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ ഇതിനെയാണ് ഞാൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുക്കുക, ഇതിനെയാണ് ഞാൻ ലെങ്ത് എടുക്കുക. ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്. T1 to T2 ആണ് പോയതെങ്കിൽ അതിന്റെ അർത്ഥം ഹയർ ടെമ്പറേച്ചർ T1 ആണെന്നാണ്. T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. ഇനി റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ, ഹീറ്റ് അല്ല നമ്മൾ പറയുന്നത്, റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ അത് dQ/dt ആണ്. റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ആരാണ്? dQ/dt ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇക്വേഷൻ വരുന്നത് KA ഇൻറ്റു ഡെൽറ്റ T/L ആണ്. L ഏതെടുക്കണം, A ഏതെടുക്കണം എന്നുള്ളതൊക്കെ നന്നായിട്ട് നോക്കണം. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ഹയർ മൈനസ് ലോവർ ആണ് ടെമ്പറേച്ചർ കൊടുക്കേണ്ടത്. ഇതില് K എന്നുള്ള ആളാരാ? കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹീറ്റ് ഫ്ലോ കോൺസ്റ്റന്റ് ആണെങ്കിൽ മിക്കവാറും നമുക്ക് അങ്ങനെയാ വരിക. ഹീറ്റ് ഫ്ലോ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം dQ/dt എന്ന് എഴുതാതെ അതിന് വേണമെങ്കിൽ Q/T എന്ന് എഴുതാം. അപ്പൊ എന്താണ് അവിടുത്തെ ലാഭം എന്ന് ചോദിച്ചാൽ ടൈം നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഹീറ്റ് ഫ്ലോ കോൺസ്റ്റന്റ് ആവുമ്പോഴാണ് അത് വരിക, ഈക്വൽ ടു K ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ T/L. ഇതില് ഡെൽറ്റ T/L നമ്മൾ എന്ത് വിളിക്കും? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് വിളിക്കും. ഡെൽറ്റ T/L എന്താ വിളിക്കുക? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമുക്ക് പല വിധത്തില് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്ലാബ് നമ്മൾ മനസ്സിൽ കരുതുക. ഇപ്പൊ നമ്മള് ചുമരുണ്ടല്ലോ, നമ്മൾ സാധാരണ വീടുകളിലെ റൂമിൽ ഇരിക്കുമ്പോൾ ആ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വരുന്നത്, ഇപ്പൊ പുറത്തുനിന്ന് അകത്തോട്ട് എന്ത് വരികയാണ്? ഹീറ്റ് വരികയാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോ ചുമര് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പല വിധത്തിലുണ്ട്. ഇപ്പൊ ഹീറ്റ് പോകുന്നത് ഈ ഒരു സർഫസിൽ മുട്ടിതാ ഇങ്ങോട്ടാണ് ഹീറ്റ് ഫ്ലോ എങ്കിൽ ഞാൻ ഇതിനെ L എന്നും ഇതിനെ B എന്നും ഇതിനെ H എന്നും വിളിച്ചാൽ ഇവിടെ നമുക്ക് ഡെൽറ്റ Q/ഡെൽറ്റ T ഈക്വൽ ടു അല്ലെങ്കിൽ dQ/dt ഈക്വൽ ടു K ഇൻറ്റു ഏരിയ ആരാ? ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അത് B ഇൻറ്റു H ആണ്. അത് മാറിപ്പോകരുത്. ഇൻറ്റു ഡെൽറ്റ T/ ലെങ്ത് വരുന്നത് L തന്നെയാണ്. പക്ഷെ നോക്കൂ, ഇങ്ങനെയാണ് ഹീറ്റ് പോകുന്നതെന്ന് കരുതുക. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഹീറ്റ് ഫ്ലോ നടക്കുന്നതെങ്കിൽ അപ്പൊ എന്താ ഇക്വേഷൻ കിട്ടുക? ഡെൽറ്റ Q/ഡെൽറ്റ T അല്ലെങ്കിൽ dQ/dt ഈക്വൽ ടു K ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മുകളിലത്തതാ വരിക, അത് L ഇൻറ്റു B ആണ്, ഇൻറ്റു ഡെൽറ്റ T ഡിവൈഡഡ് ബൈ ലെങ്ത് വരുന്നത് H ആണ്. അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പോവാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അപ്പൊ മുകൾക്കായാലും അതൊക്കെ ഓക്കെ തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾക്ക് വേറെ ഒരു രീതിയിലും കൂടെ നമുക്ക് വേണമെങ്കിൽ ഹീറ്റ് പോവാലോ.
ഹീറ്റ് പോകുന്നത് ഇതാ ഇങ്ങനെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ അപ്പൊ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു കെ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ വരിക. അപ്പോ എൽ ഇൻറ്റു എച്ച് ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആരാ ബി ആണ് ലെങ്ത് വരിക. അപ്പൊ നമ്മള് എങ്ങനെയാണ് ഹീറ്റ് ഫ്ലോ നടക്കുന്നത് എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കാണിക്കാനാണ് ഞാൻ ഈ പിക്ചർ വരച്ചത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാനുണ്ട്. ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് സർക്യൂട്ടിന്റെ കാര്യങ്ങൾ ഇവിടെ ആവശ്യമാണ്. എങ്ങനെയാണോ ഞാൻ നിങ്ങളെ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചത് അതേ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറുകൾ വരും. അപ്പോ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടുത്തുക? ഒന്ന്, ഹീറ്റ് ഫ്ലോക്ക് ഞാൻ എച്ച് എന്ന് സിമ്പിൾ കൊടുത്താൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടിയെ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എൽ ബൈ കെ എ എന്ന് വിളിക്കാം. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കറന്റ് ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ബാറ്ററിക്ക് പകരം വരുന്നത് ആരാ? ആ ബാറ്ററിന്റെ സ്ഥാനത്ത് നിങ്ങൾ വെക്കേണ്ടത് ബാറ്ററി വിക്ക് പകരം വരുന്നത് ഡെൽറ്റ ടി, റെസിസ്റ്റൻസിന് പകരം വരുന്നതോ എൽ ബൈ കെ എ. ഇതാണ് തെർമൽ റെസിസ്റ്റൻസ്. അതേപോലെ ഹീറ്റിന് പകരം വരുന്നതാണ് ആര്? ഐ, കറന്റ് വരുന്നത് ഡി ക്യൂ ബൈ ഡി ടി, ഇവിടെ ചാർജിന്റെ ഫ്ലോ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു മോഡലിലായിരിക്കും കേട്ടോ. വിക്ക് പകരം ഡെൽറ്റ ടി, റെസിസ്റ്റൻസിന് പകരം എൽ ബൈ കെ എ, ഹീറ്റിന് പകരം കറണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റിനെ കുറിച്ചാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് പോലെ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ആരാണ്? എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അപ്പൊ ഇതിന്റെ ഒരു പിക്ചർ ഞാൻ വരക്കാം. ഒരു റോഡ്, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെയാണ്. ഒരു റോഡ് ഉണ്ട്, മറ്റൊരു റോഡ് ഇങ്ങനെതാ സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് കണക്ഷനാണ്? സീരീസ് കണക്ഷനാണ്. ഇതിന്റെ ലെങ്ത്തിന്റെ പ്രത്യേകത എല്ലാണ്, ഇതിൻ്റെത് എത്രയാ? എല്ലാം. ഇതിന്റെ ഏരിയ വരുന്നത് എ ആണെങ്കിൽ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആരാണ്? എ ആണ്. പക്ഷെ മെറ്റീരിയൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഇത് K1ഉം ഇതാരാണ്? K2ഉം ആണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് R1 ആണെങ്കിൽ ഇതിന്റെ ധാര R2 ആണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുമ്പോൾ ഇതിനെ ഒരൊറ്റ റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റണം. പക്ഷെ ഇതേ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് എത്രയാവും? 2L ആവും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? എ ആണ്. ഇതിന്റെ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ് ആര്? കെ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആരാ? ആർ. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ആർ ഈക്വൽ ടു R1 പ്ലസ് R2. ഇതാണ് സീരീസ് കണക്ഷൻ. അപ്പൊ നമ്മൾ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എൽ ബൈ കെ എ. ഇതിന്റെ എൽ എത്രയാണ്? 2L ബൈ കെ. എഫക്റ്റീവ് ആണത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഈക്വൽ ടു R1 എത്രയാ? എൽ ബൈ K1A പ്ലസ് എൽ ബൈ K2A. അപ്പൊ എൽ ബൈ എ എല്ലാത്തുനിന്നും കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ 2 ബൈ കെ ഈക്വൽ ടു 1 ബൈ K1 പ്ലസ് 1 ബൈ K2 എന്ന് കിട്ടും. ഇത് നമ്മൾ കെ എഫക്റ്റീവ് ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ 2K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 എന്നാണ്
എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി കിട്ടുക. അപ്പൊ നമ്മള് ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്തു. പക്ഷെ അവിടെ എല്ലാം ഒക്കെ സെയിം ആണെന്ന് ഓർക്കണം. 2k1 k2 ഡിവൈഡഡ് ബൈ k1 പ്ലസ് k2 എന്നാണ് കിട്ടുക. ഇനി നമുക്ക് ഇതേ സാധനം പാരലല് വന്നാൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. പാരലലില് എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി, ഇങ്ങനെ ഒരു റോഡ് ഉണ്ട്, അതേപോലത്തെ മറ്റൊരു റോഡ് നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തതെങ്കിൽ ലെങ്ത് L ആണ്, ഇതിൻ്റെതും L ആണ്. ഇത് A ആണെങ്കിൽ ഇതും എത്രയാണ്? A ആണ്. പക്ഷേ മെറ്റീരിയൽ ഡിഫറൻ്റ് ആയതുകൊണ്ട് k1 k2 ആണെങ്കിൽ ഇതിനെ ഒരൊറ്റ ബ്ലോക്കായി കണ്ടാൽ ലെങ്ത് എത്രയാവും? സെയിം തന്നെയാവും, L. പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയായി? 2A ആയി. ഇതിൻ്റെത് K ആണ് എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇതിൻ്റെ റെസിസ്റ്റൻസ് R1ഉം ഇതിൻ്റെത് R2ഉം ഇതിൻ്റെ എഫക്റ്റീവ് R ആണെന്നും മനസ്സിലാക്കിയാൽ ഇത് പാരലൽ കണക്ഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക? 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. എന്തായിരുന്നു 1/Rന്റെ ഇക്വേഷൻ? L/KA ന്റെ റെസിപ്രോക്കലാണ്. അപ്പൊ KA/L. ഇവിടെ മാറ്റം വരുന്നത് K ഇൻറ്റു 2A/L ഈക്വൽ ടു K1A/L പ്ലസ് K2A/L. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് K കിട്ടുന്നത് K1 പ്ലസ് K2/2 ആയിരിക്കും. ഇതാണ് എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി വരിക. ഇനി നമുക്ക് ഞാൻ ഇവിടെ ചെയ്ത എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി എല്ലാം കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് വന്നത് എയും എൽ ഒക്കെ സെയിം ആയിരുന്നു. അല്ലാതെയും വേണമെങ്കിൽ തരാം. അപ്പൊ അല്ലാതെ നമ്മൾ തരുന്ന സമയത്ത് ചെയ്യേണ്ട രീതികളാണ് പറയുന്നത്. അപ്പൊ ഞാനൊരു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ രൂപത്തിലുള്ള എന്തുണ്ട്? ഒരു റോഡ് ഉണ്ട് എന്ന് കരുതുക. ഇത് പക്ഷേ അകത്ത് വരുന്നത് മറ്റൊന്നാണ്. അപ്പോ ഇത് വേറെ ഒരാളാണ് ഈ അകത്ത് വരുന്നത്. രണ്ടാളുണ്ട് എന്ന് കരുതുക. അപ്പൊ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച രീതിയിലാണ്. അപ്പൊ ഇത് പാരലൽ കണക്ഷൻ പോലെയാണ് വരിക. അപ്പൊ നമ്മൾ ആ അകത്തുള്ളതൊന്ന് കളർ മാറ്റിയിട്ട് വരക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ. ഇനി നമുക്ക് ആദ്യം തന്നത് എന്തൊക്കെയാന്ന് നോക്കാം. ഏരിയ മാറുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ വലിയ സിലിണ്ടർ അതിന്റെ റേഡിയസ് വരുന്നത് 2R ആണ്. പക്ഷേ ഈ ചെറുതിന്റെ റേഡിയസ് വരുന്നത് R ആണെങ്കിൽ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി കാണാം. ഈ വലുതിൻ്റെത് K1ഉം അതേപോലെ ചെറുതിൻ്റെത് ആരാണ്? K2 ആണെങ്കിൽ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി കാണാം. അപ്പൊ ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് സെയിം ആണ്, പക്ഷെ ഏരിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്താണെന്നറിയോ? ഒന്നാമത്തെ ആളുകളെ കുറിച്ച് എഴുതുക. ഒന്നാമത്തെ ആളത് L1 ഈക്വൽ ടു L ആണ്. ഏരിയ എന്ന് പറയുന്നത് A1. πr² ആണ് ഏരിയ വരിക. പക്ഷെ അതിൽ തന്നെ R-ന്ന് 2R കുറക്കണം. അപ്പൊ നമുക്ക് വരിക π ഇൻറ്റു 2R ഹോൾ സ്ക്വയർ മൈനസ് R² എന്നാണ് വരിക. അതേപോലെ കണ്ടക്ടിവിറ്റി K1 ആണ്. രണ്ടാമത്തെ ആളത് വരുന്നത് L1 ഈക്വൽ ടു L തന്നെയാണ്. പക്ഷെ A1 ഈക്വൽ ടു πr² വരിക. K2 ഈക്വൽ ടു ആരാണ്? K2 തന്നെയാണ്. ഇനി മൂന്നാമത് എഫക്റ്റീവ് കാണണ്ടേ? എഫക്റ്റീവ് ഒന്നായി മനസ്സിലാക്കിയാൽ L എഫക്റ്റീവ് ഈക്വൽ ടു L ആണ്. A എഫക്റ്റീവ് ഈക്വൽ ടു π ഇൻറ്റു 2R ഹോൾ സ്ക്വയർ ആണ്.
കെ എഫക്റ്റീവിനെ ഞാൻ കെയും എന്ന് വിളിച്ചാൽ ഇത് പാരലൽ അല്ലേ? പാരലൽ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുക? 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. 1/r എന്ന് പറഞ്ഞാൽ കെ എഫക്റ്റീവ് ഇൻറ്റു എ എഫക്റ്റീവ് ബൈ അല്ല. എ എഫക്റ്റീവ് എത്രയാ? പൈ ഇൻറ്റു 2r ഹോൾ സ്ക്വയർ ആണ്. πr² ഇൻറ്റു 4 എന്ന് വരും ഡിവൈഡഡ് ബൈ എൽ ഈക്വൽ ടു മറ്റത് വരിക k1 ഇൻറ്റു ഒന്നാമത്തെ ആളത് അല്ലേ 2r² മൈനസ് r² എത്രയാ? 3r² ആണ് വരിക. അപ്പോ πr² ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ എൽ പ്ലസ് ഇവിടെ നമുക്ക് വരുന്നത് R2 അല്ലേ? R2ന്റെ അവിടെ എല്ലാം ഒക്കെ πr² ഉണ്ട്. k2 ഇൻറ്റു πr² ബൈ എൽ എല്ലാത്തുനിന്നും πr² പോകും. അങ്ങനെയാണെങ്കിൽ എല്ലും പോയാൽ 4k ഈക്വൽ ടു 3k1 പ്ലസ് k2. അപ്പൊ k ഈക്വൽ ടു ആരാ? 3k1 പ്ലസ് k2 ബൈ 4. ഇതാണ് കെ എഫക്റ്റീവ് വരിക. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാത്തിലും. അത് എങ്ങനെ ഷേപ്പിൽ വന്നാലും ഈ രീതിയിൽ ചെയ്തു പോകണം. എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി കാണുന്ന വിധമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം. ഇതിൽ വേറെ ഒരു തരം ക്വസ്റ്റ്യൻ ആണ് ജംഗ്ഷൻ ടെമ്പറേച്ചർ. ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. നോക്കൂ, പല രീതിയിൽ വരാം. ഞാനൊരു ജംഗ്ഷൻ ടെമ്പറേച്ചർ കാണിക്കണം. ഇത് ഓരോ റോഡുകളാണ്. ആ റോഡുകളിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ T3 ആണെങ്കിൽ ഈ ജംഗ്ഷൻ ടെമ്പറേച്ചർ കാണണം. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക ആദ്യം ഇവിടുന്ന് ഒരു ഹീറ്റ് പോകുന്നുണ്ടെങ്കിൽ, അങ്ങോട്ടാണ് പോയതെങ്കിൽ അതിങ്ങനെ രണ്ടായിട്ട് പോകണം. അപ്പോ ഈ ഹീറ്റ് H1 ആണെങ്കിൽ, ഇത് H2 ആണെങ്കിൽ, ഇത് H3 ആണെങ്കിൽ H1 ഈക്വൽ ടു H2 പ്ലസ് H3 ആയിരിക്കും. നമ്മളെ കിർച്ചോഫ്സ് റൂൾ പോലെയാണത്. ഇനി മറ്റൊരു കാര്യം, ഇവരുടെ എച്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പക്ഷെ കെ എ എൽ ഇതൊക്കെ ഡിഫറൻ്റ് ആവാം. അങ്ങനെ വന്നാൽ എല്ലാം ഡിഫറൻ്റ് ആണെങ്കിൽ H1ന്റെ ഇക്വേഷൻ നോക്കാം. H1 എന്ന് പറഞ്ഞാൽ ഇതിൽ പോകുന്നതാണ്. അപ്പൊ അത് 1 ആണെങ്കിൽ ഒന്നാമത്തെ ലെങ്ത് ഒക്കെ വ്യത്യാസമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ T1 ഗ്രേറ്റർ ദാൻ TJ ആണെങ്കിൽ K1 A1 T1 മൈനസ് TJ ഡിവൈഡഡ് ബൈ L1 ഈക്വൽ ടു H2 എന്ന് പറയുമ്പോൾ K2 A2 T2 അവിടെ നമുക്ക് TJ ആണല്ലോ വലുത്. അപ്പോൾ TJ മൈനസ് T2 ഡിവൈഡഡ് ബൈ L2 പ്ലസ് അടുത്തത് വരുന്നത് H3 K3 A3 TJ വലുത് മൈനസ് T3 ഡിവൈഡഡ് ബൈ L3 ആണ് വരിക. ഇത് 4 നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. TJ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. അങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് വരുന്നത് K1 A1 T1 ബൈ L1 ഉണ്ടാവും. ഇവിടെ അതിന്റെ മൈനസ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, K1 A1 T1 ബൈ L1 പ്ലസ് നോയി കേട്ടാ. ഇവിടെ ഒരു മൈനസ് T2 ഇല്ലേ, അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. അപ്പൊ K2 A2 T2 ബൈ L2
ഇവിടെയും ഒരു മൈനസ് ഉണ്ടാവും, പ്ലസ് K3A3T3/L3. ഇനി ടീച്ചറിന്റെ എല്ലാ ടേമുകളെയും നമ്മൾ ഒരു ഭാഗത്ത് കാക്കിയിട്ട് അവിടുന്ന് കോമൺ വരിക K1A1 ബൈ ആരാ വരിക, L1 ഉണ്ടാവും, പ്ലസ് K2A2/L2 പ്ലസ് K3A3/L3. ഇതായിരിക്കും ജംഗ്ഷൻ ടെമ്പറേച്ചർ വരിക. ഇങ്ങനെ എത്ര ഉണ്ടെങ്കിലും എഴുതാം. അപ്പൊ ഞാൻ ഇതിനൊരു ജനറൽ ഫോമിലാക്കാൻ പോവാണ്. ഇതിപ്പോ 3 ആളുകൾ വന്നപ്പോഴുള്ള ജംഗ്ഷനിലെ ടെമ്പറേച്ചറാ പറഞ്ഞത്. 4 ആവാം, 5 ആവാം, ഒക്കെ ആവാം. ഞാൻ ഇനി എഴുതാൻ പോകുന്നത് 2 എന്നുള്ളത് മാത്രമാണ്. അത് 3 ആവാം, 4 ആവാം, ഒക്കെ ആവാം. അപ്പൊ ഒന്നാമത്തെ ഒരു ജംഗ്ഷൻ ടെമ്പറേച്ചർ TJ ഈക്വൽ ടു ഇങ്ങനെ വരാം. എല്ലാം ഡിഫറെന്റ് ആണെങ്കിൽ K1A1T1/L1 പ്ലസ് K2A2T2/L2 ഹോൾ ഡിവൈഡഡ് ബൈ K1A1/L1 പ്ലസ് K2A2/L2. ഇങ്ങനെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ആള് വരാൻ സാധ്യത കുറവാണ്. അറ്റ്ലീസ്റ്റ് ലെങ്ത് എങ്കിലും സെയിം ആയിരിക്കും. അപ്പൊ ലെങ്ത് സെയിം ആണെങ്കിൽ എല്ലാത്തിനും ലെങ്ത് കട്ട് ചെയ്ത് പോകും. അപ്പൊ ജംഗ്ഷൻ ടെമ്പറേച്ചർ ഈക്വൽ ടു K1A1T1 പ്ലസ് K2A2T2 ഹോൾ ഡിവൈഡഡ് ബൈ K1A1 പ്ലസ് K2A2 എന്ന് വരും. അടുത്തത് ഏരിയയും കൂടെ സെയിം ആണെങ്കിൽ ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്താ വരിക, K1T1 പ്ലസ് K2T2 ഹോൾ ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2. അതല്ല കെയും സെയിം ആണെങ്കിലോ T1 പ്ലസ് T2/2. 3 ആണെങ്കിലോ T1 പ്ലസ് T2 പ്ലസ് T3/3 അങ്ങനെ വരും. അപ്പൊ ഇതാണ് ജംഗ്ഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഐഡിയ. ഇതില് ഡെൽറ്റ ടി വെച്ചിട്ടല്ലേ നമ്മൾ ഇത് ചെയ്തു പോയത്. ഇതിൽ കാണുന്ന ടെമ്പറേച്ചറുകൾ നിങ്ങൾക്ക് ഡിഗ്രി സെൽഷ്യസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കെൽവിനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിഗ്രി സെൽഷ്യസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിഗ്രി സെൽഷ്യസിൽ ആൻസർ കിട്ടും, കെൽവിനിലാണെങ്കിൽ കെൽവിനിലുള്ള ആൻസർ കിട്ടും. ഇതായിരുന്നു ജംഗ്ഷൻ ടെമ്പറേച്ചർ. ഇനി നോക്കാം. ഇനി നമുക്ക് സർക്യൂട്ട് പ്രോബ്ലംസ് ആണ്. ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ കറന്റ് ഇലക്ട്രിസിറ്റിയിലെ സർക്യൂട്ട് പ്രോബ്ലംസുമായി വരുന്ന അതേ കാര്യങ്ങളാണ്. സർക്യൂട്ട് പ്രോബ്ലംസ്. അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. ഞാൻ ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു റോഡ് ഇതാ ഇങ്ങനെ ഉണ്ട്, മറ്റൊരു റോഡുകൾ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, സി ആണ്, ഡി ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: എ ബി സി ഡിയിലെ പോയിന്റുകളുടെ ടെമ്പറേച്ചറുകൾ എത്രയാണ്? ഇവരൊക്കെ ഐഡന്റിക്കൽ ആണ് റോഡുകൾ എന്ന് പറഞ്ഞാൽ എല് എ സെയിം ആണ്. സെയിം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കെ സെയിം ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പൊ ഞാൻ ഇതിന്ന് എന്താ മനസ്സിലാക്കാന്നറിയോ? ഇതില് R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3 ഈക്വൽ ടു എല്ലാം R ആണ്. റെസിസ്റ്റൻസ് R കൊടുത്താൽ മതി. എല്ലാം ഞാൻ R എന്നാണ് കൊടുക്കാൻ പോണത്. അങ്ങനെയാണെങ്കിൽ ഇനി ടെമ്പറേച്ചർ കാണുന്നത് നോക്കിക്കോളൂ കേട്ടോ. ഞാനിതിനെ ഒരു സർക്യൂട്ട് ആയിട്ട് വരക്കുകയാണ്. ഈ റോഡിനെ ഒന്നാമത്തതിനെ ഞാനൊരു റെസിസ്റ്റൻസ് ആക്കി വരച്ചു. ഇത് R ആണ്. അടുത്തത് ദാ ഇങ്ങനെ ദാ ഒരു റെസിസ്റ്റൻസ് പോയി, ഇതും R ആണ്. ഈ റെസിസ്റ്റൻസും R ആണ് വരുന്നത്. ഈ റെസിസ്റ്റൻസും R ആണ് വരുന്നത്. ഇത് R ആണ്.
ഇവിടെ ഒരു റോഡ് ഉണ്ട്, അതും ആരാണ്? ആറാണ് വരിക. ഇവിടെ ഞാനൊരു ബാറ്ററി കൊടുക്കാൻ പോവാണ്. ആ ബാറ്ററിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയോ? ഡിഫറൻസ് 100 ആണ്. അപ്പൊ 100 വോൾട്ട് പോലെ എടുക്കുക. ഇവിടെ ഞാനൊരു ബാറ്ററി കൺസിഡർ ചെയ്തു. ആ ബാറ്ററിന്റെ വോൾട്ട് എത്രയാണ്? 100. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതാണ് എ, ഇതാണ് ബി, സി, ഡി. അവിടുത്തെ ഒക്കെ വോൾട്ടുകൾ അറിയേണ്ടതാണ്. നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ആർ 2R ആണ്, ഇതും 2R ആണ്, അത് പാരലൽ ആയതുകൊണ്ട് ആർ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കൂ, ഒരു 6, അടുത്ത 6, അടുത്ത 6. ഇവിടെ നമുക്കൊരു ബാറ്ററി 100 വോൾട്ടിന്റെ. ആർ ആണെങ്കിൽ നോക്കൂ, ഇവിടുത്തെ വോൾട്ടേജും ഒക്കെ ഈക്വൽ ആവൂലേ? ഒക്കെ ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇതിന്റെ വോൾട്ടേജ് എത്രയാ വരിക? 100/3. ഇതോ 100/3, ഇതോ 100/3. അപ്പോ ഒന്നാമത്തെ ആളുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് 100/3 ആണെന്ന് അർത്ഥം. അപ്പോ ഇത് മൈനസ് ഇത്, ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാ? 100 ആണെന്ന് തന്നിട്ടുണ്ടാവര്. അപ്പൊ 100 മൈനസ് TA ഈക്വൽ ടു 100/3 ആണ്. അപ്പൊ TA കിട്ടൂലേ? TA അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 100 മൈനസ് 100/3 വരുമ്പോ 200/3 എന്ന് കിട്ടും. TA ഈക്വൽ ടു ആരാണ്? 200/3 എന്ന ആൻസർ വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് TA കിട്ടി. അപ്പോൾ ടിഎയും TDയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 100/3. കണ്ടോ, ഇതാണ് ഈ 100/3 വരുന്നത്. TA മൈനസ് TD എത്രയാ? 100/3. അപ്പൊ ഞാൻ അടുത്തത് എഴുതും, TA മൈനസ് TD ഈക്വൽ ടു 100/3. അങ്ങനെയാണെങ്കിൽ TA എത്രയാ? 200/3 മൈനസ് TD ഈക്വൽ ടു 100/3. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് TD അങ്ങോട്ട് കൊണ്ടുപോയാൽ 200 മൈനസ് 100 100/3. അപ്പൊ TD എത്രയാ കിട്ടുക എന്നറിയോ? ഡിന്റെ ടെമ്പറേച്ചർ വരിക 100/3. അപ്പൊ നമുക്ക് D കിട്ടി. ഇവിടെ എത്രയാ? 0. അപ്പൊ ഇത് 100/3 എന്നല്ലേ വന്നത്, ഇവിടെ 0 കിട്ടും. കാരണം 100/3 മൈനസ് 0 ഈക്വൽ ടു എത്രയാ? 100/3. ഇവിടുത്തെ 100/3 ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബിയും സിയും ആണ് വേണ്ടത്. അതുകൊണ്ട് ഈ സാധനത്തിന് ഞാൻ വേറൊന്ന് എഴുതുക. ആ ഒരു വീറ്റ്സ്റ്റോൺ പോലുള്ള ആളെ ഇങ്ങനെ എഴുതിയാൽ മുകളിൽ 2 ആളാണ്, അതേപോലെ താഴെയും 2 ആളാണ്. ഇത് എ ആയിരുന്നു. എൻ്റെത് എത്രയാ? 200/3 ആണ് നമ്മൾ പറഞ്ഞിരുന്നു, കിട്ടിയതാണ്. ഡിൻ്റെത് എത്രയാ? അത് 100/3 എന്നും കിട്ടിയതാണ്. ഇത് ടോട്ടൽ ആണ് ഈ 100/3, ഈ 6 വരുന്നത്. അപ്പൊ ഇവരുടെ ഡിഫറൻസ് 100/3 ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നോക്കൂ, ഇത് 6 ആണ്, ഇത് 6 ആണ്, ഈക്വൽ ആണെങ്കിൽ ഇതിനിടയിൽ 100/3 അല്ലേ? അത് പകുതിയായിട്ട് വരും. ഇതെത്രയാ? 100/6. ഇതോ 100/6. ഇതോ 100/6. അടുത്തതും 100/6 ആണ് വരുന്നത്. അപ്പോ നമുക്കിനി ഈ ബി എന്ന പോയിന്റിലേത് കാണണമെങ്കിൽ A മൈനസ് B ഈക്വൽ ടു 100/6 ആണ്. TA എത്രയാ? 200/3 മൈനസ് TB ഈക്വൽ ടു 100/6 ആണ്. ഇനി TB കിട്ടണമെങ്കിൽ TB അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഞാനിവിടെ മാറ്റുന്നുണ്ട്. 400/6 മൈനസ് 100/6 ഈക്വൽ ടു TB ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? 300/6 എന്ന് വരും അല്ലേ? 300/6 എന്ന് പറഞ്ഞാൽ 50 വരുന്നുണ്ടാവും. അപ്പോ 300/6 50 അല്ലേ? അപ്പൊ TB ഈക്വൽ എത്ര കിട്ടി? 50 എന്ന് കിട്ടി. അതേപോലെ തന്നെ ഈ TCയും എത്രയായിരിക്കും? 50 ആണ് വരിക. അപ്പൊ നമ്മൾ സർക്യൂട്ട് പ്രോബ്ലം എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലാണ് നമ്മൾ ഇതിലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് പോവാം.
അപ്പോൾ ഏത് മോഡൽ വന്നാലും നമ്മളെ കറണ്ടിന്റെ സർക്യൂട്ടാക്കി മാറ്റുക. അപ്പൊ കറണ്ടിൽ നമ്മൾ പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെർമൽ പ്രോപ്പർട്ടീസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ കഴിയുന്നതാണ്. ഏതിന്റെ? കണ്ടക്ഷനുമായി ബന്ധപ്പെട്ടത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് കറണ്ട് പോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കറണ്ട് പോലെ തന്നെ ആലോചിച്ചാലും മതി. ഇനി അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സംശയങ്ങൾ അതിൽ ചോദിക്കാം കേട്ടോ. ഏത് മോഡലാണ് കറണ്ടിന്റെ സർക്യൂട്ട് ആക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. എനർജി റേഡിയേഷനുമായി ബന്ധപ്പെട്ട സ്റ്റീഫൻസ് ലോ ആണ് നമ്മൾ പറയുന്നത്. ഒരു ബോഡി, ആ ബോഡിയുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T ആണെങ്കിൽ ഇതിന്റെ സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 ആണെങ്കിൽ ഈ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് എനർജി റേഡിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സറൗണ്ടിങ്ങിൽ നിന്ന് ആ ബോഡിയിലോട്ടും എനർജി ട്രാൻസ്ഫർ നടക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം അഥവാ ഇന്റൻസിറ്റി, എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും. ഇതിനെയാണ് സ്റ്റീഫൻസ് ലോ എന്ന് പറയുന്നത്. ഇത് എനർജി റേഡിയേറ്റഡ് ആണ്, പുറത്തോട്ട് പോയതാണ്. അതേപോലെ തന്നെ അകത്തോട്ട് വന്നതാണെങ്കിൽ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T0 റേസ്ഡ് 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെറ്റ് കിട്ടണമെങ്കിൽ ഔട്ട് മൈനസ് ഇന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടുന്ന് വേണ്ടി വരിക. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ബോഡിയുടെ ടെമ്പറേച്ചർ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ പുറത്തു പോയ എനർജി മാത്രമായിരിക്കും അവിടുത്തെ ചോദ്യം. അപ്പോൾ ഒരു ടെമ്പറേച്ചർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഈക്വൽ ടു സിഗ്മ T റേസ്ഡ് 4 ആണ്. സിഗ്മ സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് ആണ്. അതല്ല നെറ്റ് എനർജി ട്രാൻസ്ഫർ ആണ് വരേണ്ടതെങ്കിൽ അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും എന്നറിയോ? രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും. രണ്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബോഡിയുടെ ടെമ്പറേച്ചറും പിന്നെ സറൗണ്ടിങ് ടെമ്പറേച്ചറും. അപ്പോൾ T റേസ്ഡ് 4 മൈനസ് T0 റേസ്ഡ് 4. ഇതാണ് സ്റ്റീഫൻസ് ലോയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചർ എപ്പോഴും കെൽവിനിലായിരിക്കണം. കാരണം 4th പവർ ആയതുകൊണ്ട് ഒരിക്കലും ഏതിൽ കൊടുക്കാൻ കഴിയില്ല, ഡിഗ്രി സെൽഷ്യസിൽ കൊടുക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ കാണും. നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയത് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഐഡിയൽ ബോഡി എന്നുള്ള രീതിയിലാണ്. ഐഡിയൽ ബോഡി അല്ലെങ്കിൽ ടോട്ടൽ എനർജി റേഡിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു ഫ്രാക്ഷൻ വരും, ഇ എന്നുള്ള ഒരു സ്മോൾ ഇ വരും, എമിസീവ് പവർ. അത് ഐഡിയൽ ബോഡിക്ക് 1 ആയതുകൊണ്ടാണ് നമ്മൾ സിഗ്മ T റേസ്ഡ് 4. ആ ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല. T റേസ്ഡ് 4ന്റെ പ്രൊപ്പോർഷണാലിറ്റി മാത്രം കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് സ്റ്റീഫൻസ് ലോയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന്, ആ ബോഡിയുടെ ടെമ്പറേച്ചർ മാത്രമാണ് തരുന്നതെങ്കിൽ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T റേസ്ഡ് 4 ആണ്. അപ്പൊ ഈ എനർജി മാത്രമായിരിക്കും ചിലപ്പോൾ കാണാനുണ്ടാവുക. AT ഒക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T റേസ്ഡ് 4 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നെറ്റ് എനർജി ട്രാൻസ്ഫർ ആണെങ്കിൽ E by AT directly proportional to T raised 4 minus T0 raised 4 ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. ഇത് ശരിക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിന്റെ ഏറ്റവും ഹയർ വേർഷനാണ്. വലിയ ടെമ്പറേച്ചറുകളാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഉണ്ടാവും,
നമ്മൾ വലിയ ടെമ്പറേച്ചറുകളാണെങ്കിൽ അതിൻ്റെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ പോലെ ചെയ്യാനാണെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ അവിടെ എനർജി ബൈ ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒരു ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ടാവും, മറ്റൊരു ടെമ്പറേച്ചർ പറയുമ്പോൾ ഇതേപോലത്തെ ഒരു ഇക്വേഷൻ കൂടെ എഴുതിയിട്ടാണ് പോവുക. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിളിൽ വേറെ നോക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഡിറൈവ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിലേക്ക് നമ്മൾ സ്റ്റീഫൻസ് ലോയിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ ചെറുതാണെങ്കിൽ, ഇപ്പം ചെറുതാണെന്ന് പറഞ്ഞാൽ 30 to 60 ഇതൊക്കെ നമ്മൾക്ക് ചെറുതായിട്ട് എടുക്കാം. പക്ഷേ ഒരു 300 കെൽവിന് ഒരു 600 കെൽവിൻ ഈ ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നമ്മൾ ആദ്യം പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാനൊരു ടെമ്പറേച്ചർ പറഞ്ഞു 600 കെൽവിന് കൂൾ ചെയ്തിട്ട് 300 കെൽവിൻ വരെ എത്തി എന്നുള്ള ഒരു കേസ് വന്നാൽ സ്റ്റീഫൻസ് ലോ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് ഒരു 60 കെൽവിൻ അല്ലെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഉപയോഗിക്കുക. ഈ ഒരു വ്യത്യാസം മനസ്സിലാവണം. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ എന്താവണം, ചെറുതാവണം. ഇത് ചെറുതാവുക എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ആണ് ഈ ചെറുത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആരെ ഉപയോഗിക്കുക, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന്റെ നമുക്ക് എന്ത് കാണാം, അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം സ്റ്റീഫൻസ് ലോയിൽ നമ്മൾ ചെയ്തത് എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ടൈം ആണ് അല്ലേ. അപ്പൊ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ അവിടെ എനർജീനെ ഞാൻ ക്യൂ എന്ന് കൊടുക്കുക. ആ ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരായിരുന്നു, T⁴ ആണ്. അങ്ങനെയാണെങ്കിൽ കൂളിംഗ് എന്ന് പറഞ്ഞാൽ തണുക്കാണല്ലോ, ഹീറ്റ്. അപ്പൊ നമ്മൾ അവിടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dQ/dt ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁴ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് ഡിഫറൻഷ്യൽ വരിക. ഇപ്പൊ നമ്മള് ഇതിന്റെ ഡിഫറൻഷ്യൽ dQ എന്ന് കണ്ടാൽ മതി കേട്ടോ. ടൈം നമുക്ക് കൊടുക്കാം. സാധാരണ അവിടെ ഒരു ടൈം വരുന്നുണ്ട്. T⁴ 4T³ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ ΔQ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4T³ ΔT. ഇതിലെ ഈ റേറ്റ് ഓഫ് കൂളിംഗ് ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷണലാണ് എന്നുള്ളതാണ് എന്ത് വരുന്നത്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ വേർഷൻസ് നോക്കാം. ഇങ്ങനെയാണ്. അപ്പോൾ ഏതിന്ന് വരുന്നതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, സ്റ്റീഫൻസ് ലോയിൽ നിന്ന് വരുന്നതാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ അത് തണുക്കാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ -dQ/dt എന്നാണ് കാണിക്കുക. ഈ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി ഉണ്ടെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ ആണ് T, സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ് T0 എങ്കിൽ -dQ/dt എന്ന് പറഞ്ഞാൽ ആരാ, റേറ്റ് ഓഫ് കൂളിംഗ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. നോക്കിയാൽ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ പവർ എത്രയാ, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെത് വരിക, -dQ/dt ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T-T0. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇനി നമ്മൾ
ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ അവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് കെ എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഡി ക്യൂ അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ എങ്ങനെ കൊടുക്കാൻ നമുക്കറിയാം, എം സി ഡെൽറ്റ ടി. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മൈനസ് എം സി ഡി ടി, ഡെൽറ്റ ടിക്ക് പകരം ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ടി മൈനസ് ടി സീറോ എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തൊരു ഇക്വേഷൻ വെറുതെ ഒന്ന് ഓർത്ത് വെക്കണം. ഇത് നമ്മൾ രണ്ട് ഭാഗത്തും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ടെമ്പറേച്ചറിന്റെ സൈഡിലേക്ക് ഇവിടുത്തെ ടെമ്പറേച്ചറിനെ കൊണ്ടുവരാം. ഡി ടിനെ അപ്പുറത്തേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇതായിരിക്കും. ഇന്റഗ്രൽ മൈനസ് നമുക്ക് അപ്പുറത്ത് കൊടുക്കാം, എം സി ഡി ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് ടി സീറോ ഈക്വൽ ടു മൈനസ് കെ ഡി ടി. ഇതിന്റെ ലിമിറ്റ്, ഇത് കൂൾ ചെയ്യുന്ന ടെമ്പറേച്ചർ T1 ടു T2 ആണെന്ന് കരുതുക. ടൈമിന്റെ ലിമിറ്റ് 0 ടു T ആണെങ്കിൽ ഇവിടെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എം സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അപ്പുറത്തൊരു കെ ഉണ്ട് കോൺസ്റ്റന്റ്. അപ്പൊ ആ കെ എന്നുള്ളത് എം സി കോൺസ്റ്റന്റ് ആവാം, അല്ലാതിരിക്കാം, മാറും ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യനിൽ വരുന്ന ഞാൻ പറയാം. ഇപ്പൊ എം സി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡി ടി ബൈ ടിന്റെ ഇന്റഗ്രൽ ലോഗ് ടി ആയിരിക്കും. അപ്പോ ലോഗ് ടി മൈനസ് ടി സീറോ ലിമിറ്റോ T1 ടു T2 ഈക്വൽ ടു, അവിടെ കെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ മൈനസ് കെ ഡി ടി എന്നുള്ളതിന് മൈനസ് കെ ടി എന്നാണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ വരിക, ലിമിറ്റ് കൊടുത്താൽ. അടുത്തത് ഇതിനെ ഞാൻ ഇവിടുത്തെ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് വായിക്കുകയാണ്. നിങ്ങൾക്ക് ആ ലാസ്റ്റ് ഇക്വേഷൻ ഒന്ന് മനസ്സിലുണ്ടായാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എം സി ഇൻറ്റു ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ T2 എന്ന് അപ്ലൈ ചെയ്താൽ ലോഗ് T2 മൈനസ് ടി സീറോ ഡിവൈഡഡ് ബൈ ലോഗ് T2 മൈനസ് T1 ആണ്, ലോഗ് എ ബൈ ബി ആവും. T1 മൈനസ് ടി സീറോ ഈക്വൽ ടു മൈനസ് കെ ടി. അല്ലെങ്കിൽ ആ മൈനസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കെയും എം സിയും കൂടെ ഒരാളായിട്ട് മാറ്റിയാൽ, ഒരൊറ്റ കോൺസ്റ്റന്റ് ആക്കി മാറ്റിയാൽ നമുക്ക് ആൻസർ വരിക ടൈം ഈക്വൽ ടു കെ ഇൻറ്റു ലോഗ് T1 മൈനസ് ടി സീറോ ഡിവൈഡഡ് ബൈ T2 മൈനസ് ടി സീറോ. ഇതാണ് നമുക്ക് ടൈമിന്റെ ഇക്വേഷൻ വരിക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ആൻസറുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഇത് ഇത്ര ഒരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ ശരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കൂ, രണ്ട് കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഈ ഒരു സ്റ്റെപ്പ് എടുക്കുക. ഈ സ്റ്റെപ്പില് ലോഗ് ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത് ലോഗ് ടെമ്പറേച്ചർ ആണ്, ടി മൈനസ് ടി സീറോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ടി ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഞാനൊരു ഗ്രാഫ് വരക്കും. ഇനി മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത് റേറ്റ് ഓഫ് കൂളിംഗ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് വരുന്നത്. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ടി മൈനസ് ടി സീറോ എന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഗ്രാഫുകൾ വരയ്ക്കണ സമയത്ത് ഒന്ന് ദാ ഇങ്ങനെ, ലോഗ് ടി മൈനസ് ടി സീറോയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് വരുന്നത് സ്ട്രൈറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പാണ്. അടുത്തത് വരുന്നത് ഇവിടെ ഈ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത്, ഇവിടുന്ന് ഞാൻ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആന്റിലോഗ് എടുത്താൽ ഇ റൈസ്ഡ് മൈനസ് കെ ടി എന്നാ വരിക.
അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ ടെമ്പറേച്ചറും ടൈമും തമ്മിലുള്ള റിലേഷൻ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് നമ്മൾ എടുത്ത ഗ്രാഫുകൾ? ഒന്ന്, ആ ബോഡിയുടെ ടെമ്പറേച്ചറും പിന്നെ ടൈമും റേറ്റ് ഓഫ് കൂളിംഗ് അത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ്. അടുത്തത് റേറ്റ് ഓഫ് കൂളിങ്ങും ഡെൽറ്റ ടിയും അങ്ങനെ തന്നെ നേരിട്ട് ഗ്രാഫ് ചോദിച്ചാൽ ഒന്ന് റേറ്റ് ഓഫ് കൂളിംഗ് ആണ്, പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇങ്ങനെയാണ്. അപ്പൊ 3 ഗ്രാഫുകൾ, അത് ഓരോന്നും തരം തിരിച്ചു നോക്കാം. ലോഗ് ടി മൈനസ് ടി സീറോയും ടൈമും സ്ട്രൈറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പാണ്. ബോഡിയുടെ ടെമ്പറേച്ചറും ടൈമും തമ്മിൽ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ്. റേറ്റ് ഓഫ് കൂളിങ്ങും ടെമ്പറേച്ചർ ഡിഫറൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആരൊക്കെ തമ്മിലാണ് എന്നുള്ളത് നോക്കി വെക്കണം. ഒന്ന് ലോഗ് ടി മൈനസ് ടി സീറോയും ടൈമും, അടുത്തത് ബോഡിയുടെ ടെമ്പറേച്ചറും ടൈമും, അടുത്തത് റേറ്റ് ഓഫ് കൂളിങ്ങും ടെമ്പറേച്ചർ ഡിഫറൻസും. അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത്രയും പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ നിങ്ങൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. നമ്മൾ ആ ലോഗുള്ള ഇക്വേഷൻ വെച്ചിട്ടല്ല റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ്. ഒരു ബോഡി ഉണ്ട്, അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ആണ്, സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 ആണ്. ഇത് കൂൾ ചെയ്തിട്ട് ആ ബോഡിയുടെ ടെമ്പറേച്ചർ ആദ്യം നോക്കൂ ഒരു T2 ആയി, അതിനെടുത്ത സമയം ഒരു T1 ആണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്ന നേരത്തെ നമുക്ക് ഇങ്ങനെ 4 കാര്യങ്ങൾ തരും. T3 എന്ന ടെമ്പറേച്ചറിന്ന് ഈ ടെമ്പറേച്ചർ T4 ആയിട്ട് കുറഞ്ഞപ്പോൾ ടൈം T2 ആണ്. അപ്പോഴും സറൗണ്ടിങ് ടെമ്പറേച്ചർ ആരാണ്? T0 ആണ്. ഇങ്ങനത്തെ കേസുകളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ആ സമയത്ത് മൈനസ് ഡി ക്യൂ ബൈ ഡി ടി നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുക. മൈനസ് ഡി ക്യൂ ബൈ ഡി ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരൊറ്റ കേസിൽ തന്നെ 2 ടെമ്പറേച്ചർ തന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ആവറേജ് എടുക്കും. ചെയ്യണത് നോക്കുക. ഈ ഡി ക്യൂല് എം സി ഡെൽറ്റ ടി ആണ്. എം സി ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എം സി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ മാസുകൾ മാറുന്നില്ല, ആ ബോഡി മാറുന്നില്ലെങ്കിൽ എം സി കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഇവിടെ ഒരു ഡെൽറ്റ ടി വരും. ആ ഡെൽറ്റ ടി ആരാന്നറിയോ? ആദ്യത്തെ കേസിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് T1 മൈനസ് T2 ഹോൾ ഡിവൈഡഡ് ബൈ ടൈം എടുത്തത് T1 ആണ്. അടുത്ത കേസിലോ T3 മൈനസ് T4 ഹോൾ ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈമോ T2. ഇനി അപ്പുറത്തൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ഇത് എം സി ഡെൽറ്റ ടിയിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയത്. അത് ഏത് ടെമ്പറേച്ചറിന്ന് എവിടേക്ക് പോയി എന്നാണ്. ഇനി അപ്പുറത്ത് വരുന്ന ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് ദ സറൗണ്ടിങ് ആണ്. അത് ഈ കേസിൽ ആദ്യത്തെ കേസിൽ ഇതിന്റെ ആവറേജ് ടെമ്പറേച്ചർ T1 പ്ലസ് T2 ബൈ 2 ആണ്. മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്രയാണ്? T0. ഇവിടെ വരിക T3 പ്ലസ് T4 ബൈ 2 മൈനസ് T0. ഇതങ്ങോട്ട് ഡിവൈഡ് ചെയ്താണ്. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ചെയ്യാനുള്ള ഇക്വേഷൻ വരിക. അപ്പോൾ ഞാൻ ഇതൊക്കെ മായ്ച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയുകയാണ്. ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ T1 മുതൽ T2 വരെ എത്താൻ സ്മോൾ t1 ആണ് സമയം എടുക്കുന്നത്. T1 മുതൽ T2 വരെ എത്താൻ എടുക്കുന്ന സമയം സ്മോൾ t1 ആണ്. T3 മുതൽ T4 വരെ എത്താൻ എടുക്കുന്ന സമയം സ്മോൾ t2 ആണ്. സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 ആണെങ്കിൽ
ആദ്യം എം സി ഡെൽറ്റ ടിയിലെ ഡെൽറ്റ ടി T1 മൈനസ് T2 ഹോൾ ഡിവൈഡഡ് ബൈ T1. അടുത്ത കേസിൽ T3 മൈനസ് T4 ഹോൾ ഡിവൈഡഡ് ബൈ T2 ഈക്വൽ ടു, ഈ അപ്പുറത്തെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ ആയിട്ട് അതിനകത്ത് ആവറേജ് എടുക്കണം. T1 പ്ലസ് T2 ബൈ 2 മൈനസ് T0 ഹോൾ ഡിവൈഡഡ് ബൈ T3 പ്ലസ് T4 ബൈ 2 മൈനസ് T0. ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചർ ഒക്കെ ഡിഗ്രി സെൽഷ്യസിൽ കൊടുത്താൽ മതി. കാരണം നമ്മൾ എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ ചെയ്തു വന്നത് എവിടുന്നാന്ന് നോക്കിയാൽ മതി. അത് നമ്മൾ ചെയ്തു വന്നത് ഡെൽറ്റ ടിയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ ഡിഗ്രി സെൽഷ്യസിൽ കൊടുത്താൽ മതി. നമ്മൾക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഇവിടെ ഒരു 90 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 70 ഡിഗ്രി സെൽഷ്യസ് ആവാൻ എടുത്ത സമയം 5 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 80 ഡിഗ്രി സെൽഷ്യസ് നിന്ന് ഇത് എന്തായി മാറാൻ, ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറാൻ എത്രയാണ് ടൈം എടുക്കുക? സറൗണ്ടിങ് ടെമ്പറേച്ചർ ഒരു ഇവിടെ വരുന്ന എത്രയാ, 20 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സറൗണ്ടിങ് ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്. ഞാൻ എഴുതുന്നത് നോക്കൂട്ടോ. ആദ്യം ഡിഫറൻസ് ബൈ ടൈം, ഡിഫറൻസ് ബൈ ടൈം ആണ്. ഡിഫറൻസ് എത്രയാ, 20 ബൈ ടൈം 5. ഡിഫറൻസ് എത്രയാ, 20 ബൈ ടൈം t ഈക്വൽ ടു, ഇതിന്റെ ആവറേജ് എത്രയാ, 80 മൈനസ് 30 എത്രയാ, 50 ഡിവൈഡഡ് ബൈ ആവറേജ് എത്രയാ, 70 മൈനസ് 30 എത്രയാ, 40. അപ്പൊ ഇക്വേഷൻ വലുതായി തോന്നും, പക്ഷെ ഇത് വളരെ സിമ്പിളാ. 20 പോയി, ടൈം മേലെ വന്നാൽ t/5 ഈക്വൽ ടു 5/4. അപ്പൊ ടൈം ഈക്വൽ ടു എത്രയാ, 25/4, 8 പോയിന്റ് സംതിങ് അത്രയും മിനിറ്റ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പെട്ടെന്ന് എടുത്ത് ചെയ്യണം. നമ്മൾ ആ ഇക്വേഷൻ ഒന്നും എഴുതാൻ നിൽക്കരുത്. നമ്മൾക്ക് തന്ന ടൈമുകൾ ഏതൊക്കെയാണ്, ടെമ്പറേച്ചറുകൾ എന്ന് നോക്കുക. അത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തു പോവാണ് വേണ്ടത്. ഇപ്പോ ഞാനിത് അടുത്തൊരു കേസ് പറയാം. 100 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 90 ഡിഗ്രി സെൽഷ്യസ് ആവാൻ ടൈം എടുക്കുന്നത് ഒരു 10 മിനിറ്റ് ആണെന്ന് കരുതുക. 10 സെക്കൻഡ് ആയിക്കോട്ടെ. അടുത്തത് ഇത് 80 ഡിഗ്രി സെൽഷ്യസ് നിന്ന് ഇതിൻ്റെത് 70 ഡിഗ്രി സെൽഷ്യസ് ആവാൻ എടുക്കുന്ന ടൈം എത്രയാന്നാണ് കാണേണ്ടത്. സറൗണ്ടിങ് ടെമ്പറേച്ചർ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആദ്യം നോക്കൂട്ടോ. ഡിഫറൻസ് എത്രയാ, 10 ബൈ ടൈം എത്രയാ, 10. ഡിഫറൻസ് എത്രയാ, 10 ബൈ ടൈം എത്രയാ, t. ആവറേജ് എത്രയാ, 95 മൈനസ് 25 എത്രയാ, അപ്പൊ നമുക്ക് വരുന്നത് 70 ആയിരിക്കും. ഡിവൈഡഡ് ബൈ ആവറേജ് എത്രയാ, 75 മൈനസ് 25 50. അപ്പൊ നമുക്ക് വരുന്നത് t ഈക്വൽ ടു 7/5 സെക്കൻഡ് എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ചെയ്ത് തീർക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ ഡിഫറൻസ് ചെറുതായാലേ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കണം, സ്റ്റെഫൻസ് ലോ നമ്മൾ ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ആ രീതിയിൽ t⁴ മൈനസ് T0⁴ വരും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുമ്പോൾ ഒരു ബോഡി, ആ ബോഡിയുടെ ടെമ്പറേച്ചർ T ആണെങ്കിൽ ഇത് എന്ത് റേഡിയേറ്റ് ചെയ്യും, എനർജി റേഡിയേറ്റ് ചെയ്യും. ആ എനർജി റേഡിയേറ്റ് ചെയ്യുന്നതിലെ
മാക്സിമം ഇന്റൻസിറ്റി വരുന്ന ഒരു റേഡിയേഷൻ ഉണ്ടാവുമല്ലോ, ആ റേഡിയേഷന്റെ വേവ് ലെങ്ത് ലാംഡ. വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദ മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ദ എനർജി റേഡിയേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ 1 ടെമ്പറേച്ചർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ബോഡി. എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അര ലാംഡ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദ മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ദ റേഡിയേറ്റഡ് എനർജി. ടെമ്പറേച്ചർ ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡിയാണ്. ഇതില് നമ്മൾ മറ്റൊരു കാര്യം കൂടെ, ഇപ്പൊ നമ്മൾക്ക് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോന്റെ ഇക്വേഷൻ അറിയാം. ലാംഡ ടി ഈക്വൽ ടു എ ആരാണ്? കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ലാംഡ 1 T1 ഈക്വൽ ടു ആരാണ്? ലാംഡ 2 T2 എന്ന് യൂസ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്നറിയോ, ഇതിന്റെ ഗ്രാഫ്. മാക്സിമം എനർജി റേഡിയേറ്റഡും ലാംഡയും തമ്മിലുള്ള ഗ്രാഫ് തരും. അങ്ങനെ തരുന്ന സമയത്ത് ഇതാണ് മാക്സിമം എനർജി. ഇതാ ഞാൻ അടുത്തൊരു ഗ്രാഫ് ഇതാ ഇങ്ങനെ വരച്ചു, അടുത്തൊരു ഗ്രാഫ് ഇതാ ഇങ്ങനെ വരച്ചാൽ നോക്ക്, അങ്ങോട്ട് നീങ്ങിയില്ലേ? അങ്ങോട്ട് റൈറ്റിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് നോക്കണം. ഈ ഒന്നാമത്തെ റേഡിയേഷൻ ടെമ്പറേച്ചർ T1 ആണ്, രണ്ടാമത്തെ റേഡിയേഷന്റെ ടെമ്പറേച്ചർ T2 ആണ്, മൂന്നാമത്തെ റേഡിയേഷന്റെ ടെമ്പറേച്ചർ T3 ആണെങ്കിൽ മാക്സിമം ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ലാംഡ 1 എടുക്കേണ്ടത്. ഇതിന്റെ മാക്സിമം വരുന്നതാണ് ലാംഡ 2. ഇതിന്റെ മാക്സിമം ആണ് ആര്? ലാംഡ 3 എങ്കിൽ നമുക്ക് ആ ഗ്രാഫ് മനസ്സിലാവും. ലാംഡ 1 ലെസ് ദാൻ ലാംഡ 2 ലെസ് ദാൻ ലാംഡ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ലാംഡ കുറയുമ്പോൾ ടെമ്പറേച്ചർ കൂടണം. T1 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T3. അപ്പോൾ ഗ്രാഫുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഇതാണ് നമുക്ക് ഒരു എനർജി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. 3 കാര്യങ്ങളാണ്. സ്റ്റീഫൻസ് ലോ, അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗും, അടുത്തത് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ.